ഹായ് ഫാമിലീസ്, അപ്പം ഞാനിന്ന് സാറ്റിൻ്റെ ലോങ് ടെയിൽ ഹെയർ ബോയ് ആണ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസിയാണ് ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടാണ് ഇത് മേക്ക് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് മേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാറ്റിൻ്റെ ഒരു ക്ലോത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബോയ് ആണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ ടെയിലും കൂടി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷറിങ്ങും കാര്യങ്ങളും എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഞാൻ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് അളവിലാണ് ഞാനിവിടെ ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാനിതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 7 ഇഞ്ച് അളവിലാണ്. നിങ്ങൾക്ക് അളവുകളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനെല്ലാം എടുത്തിരിക്കുന്നത് ഇഞ്ച് അളവിലാണ്. അപ്പം നമ്മളിനി ബൗ മേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നൂലൊക്കെ വെളിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം പൊങ്ങിക്കിടക്കുന്ന ഈ ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്ത് കൊടുത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ലൈറ്റർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെളിച്ച് കൊടുക്കാനായിട്ടേ പാടുള്ളൂ. കുറേ നേരം അതിൽ പിടിച്ചിരുന്ന തുണി ആയതുകൊണ്ട് തീ പെട്ടെന്ന് അതിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യം കൂടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അതുകൂടാതെ ചില ലൈറ്ററിൽ നമ്മുടെ ഫയറിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ ലൈറ്ററിൽ അതുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ലോ ആക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ 4 സൈഡും ലോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ അതിൻ്റെ നല്ല വശം പിറകിൽ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തുണിയെ. അതിനുശേഷം ഞാൻ ഒരു സൈഡ് നടുവിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാറ്റിൻ തുണി ആയതുകൊണ്ട് ഇത് നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ പ്രസ് ചെയ്തിട്ട് എടുക്കുക കൈനെ കൊണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ട്രിക്കും കൂടി പറഞ്ഞുതരാം. നമ്മളെ ക്ലോത്ത് നമുക്ക് കംഫർട്ടബിളായി നിൽക്കാനായിട്ട് ഇതുപോലെ ഞാൻ ലൈറ്റായിട്ടൊന്ന് അയൺ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ക്ലോത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കാണണം. അതിനു വേണ്ടി ഞാൻ നേരെ നടുവിലേക്ക് ഇതിനെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം അതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെൻറ്റർ കിട്ടും അതിൻ്റെ. ഇനി സെൻറ്റർ കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ അതിനെ സെൻറ്ററിലേക്ക് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലൊരു മാർക്ക് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് മുൻപോട്ടേക്കാക്കിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ടും വെച്ച് കൊടുക്കണം. ഒന്നിൻ്റെ മുകളിൽ കുറച്ച് മുൻപോട്ടായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഇതുപോലെ തിരിച്ചിട്ട് പിടിക്കണം ഇതിൻ്റെ നല്ല വശത്ത്. അതിന് ശേഷം നമ്മൾ ബൗ ഫോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ബൗ മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ഫസ്റ്റത്തെ ക്ലാസ് സെക്ഷനിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബൗ ചെയ്തെടുത്തതിന് ശേഷം ത്രെഡ് യൂസ് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മൾ നൂല് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കണം. നൂല് നമ്മൾ നോർമലി മിഷ്യൻ നൂല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ പിറകുവശം ഞാൻ ഇതുപോലെ പിടിച്ചിട്ട് കൊടുക്കുകയാണ് എപ്പോഴും ചെയ്യാറ്. നമ്മളിതിന് സെൻറ്ററിൽ ടൈ ഒക്കെ വരുന്ന സമയത്ത് ഗ്ലൂ ആക്കി കൊടുക്കുമ്പോൾ അതവിടെ നല്ല രീതിയിൽ ഒട്ടി നിൽക്കും. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ബൗ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് വേണ്ട ടെയിൽ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ
നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ മെഷർ പറഞ്ഞു തരുമ്പോൾ കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി മെഷർ കാണിച്ചു തരും. ആ സമയത്ത് നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം ഞാനിവിടെ എടുക്കുന്നത് താഴെയും 11 ഇഞ്ച് അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകൾ വശത്തും 11 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ 11 ഇഞ്ച് എടുത്തതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിത് ക്രോസ് ആയിട്ട് കോണാകൃതിയിലാണ് വെട്ടിക്കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇത് വെട്ടിയതിന് ശേഷം ഒന്നും കൂടി നിങ്ങൾക്ക് മെഷർ കാണിച്ചു തരാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇതുപോലെ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മെഷർമെൻറ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിരിക്കുന്നത് 11 ഇഞ്ച് അളവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഞാൻ ഇതുപോലെ തന്നെ 11 ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ത്രികോണാകൃതിയിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ഇത് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, ത്രെഡൊക്കെ വെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പുറത്തേക്ക് വെളിഞ്ഞ് കിടന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വലിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലോത്ത് ആയത് കാരണം പെട്ടെന്ന് അത് കത്തിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ഫയർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതെപ്പോഴും ലോയിലാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ 3 സൈഡും ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും ക്ലോത്തിലൊക്കെ ഒരുപാട് മടക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ നല്ല നീറ്റായിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ഇതും നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അയൺ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇനി ഞാനിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ കോൺ ഷേപ്പ് വരുന്ന ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ പിറകു വശത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഞൊറിവെടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടെയിലിനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ടെയിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടിയതിന് ശേഷം നമ്മളിത് കെട്ടിട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതിന് ഞാനിവിടെ നൂലും സൂചിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നൂല് സൂചി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പിറകു വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ടെയിൽ കിട്ടുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ടെയിൽ. അതുപോലെ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ബൗവും നമ്മുടെ ടൈലും കൂടി ഒന്നിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഫൈനലി നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈ കെട്ടി കൊടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പീസ് സാറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പീസിൻ്റെ 4 സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ ഒരു സൈഡിൽ നിന്നും സെൻറ്ററിലേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കും മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മുടെ ബൗവിൻ്റെ പിറകിലായിട്ട് B7000 ഗ്ലൂ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഞാൻ നല്ല രീതിയിൽ ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത
പീസ് നമുക്ക് ഇതുപോലെ പിറകിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലേക്ക് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ പിറകു വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അമർത്തി പിടിക്കണം. അതിനുശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പിറകിലായിട്ട് B7000 ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ B7000 ആയത് കാരണം ഒട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം നിങ്ങളൊരു 3 സെക്കൻഡെങ്കിലും ഇതുപോലെ അമർത്തി പിടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈലിൻ്റെ വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും സിമ്പിളാണ്. അപ്പം നമ്മളിനി ഇതിന് ക്ലിപ്പ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ സെൻറ്റർ ക്ലിപ്പാണ് ഇതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പിറകു വശത്തായിട്ട് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ B7000 തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ ബൗവിൻ്റെ പിറകിലായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്നും നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക. ഞാൻ ഇതുപോലെ 2 സൈഡും ക്ലിപ്പിൻ്റെ അമർത്തി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ ഇതുപോലെ പിടിക്കുന്നുണ്ട്. ഒരു 3 സെക്കൻഡുകൾ നിങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ അമർത്തി പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ അത് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോടത് കമൻറ്റിലൂടെ ചോദിക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.